വക്കം പഞ്ചായത്ത് അംഗം വി അരുണിന്റെയും അമ്മ വത്സലയുടെയും വേർപാട് നാടിനെ ഞെട്ടിച്ചു. താനില്ലാതെ അമ്മയ്ക്കും കുടുംബത്തിനും മുന്നോട്ടു പോകാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ കളി ഈ നാടിനെ, എന്റെ സഹപ്രവർത്തകന്റെയും എന്റെ സഹോദരന്റെയും നിങ്ങളുടെ എല്ലാം സഹപ്രവർത്തകന്റെയും മൃതദേഹം ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. മരണത്തിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയ പ്രവർത്തനം അപകടകരമാണ്. ഈ നാട് ഒരിക്കലും അത് അംഗീകരിക്കും. അരുണ് കേസെടുത്ത് കഴിഞ്ഞപ്പോ ഇവിടെ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത്. ആ പൊട്ടിക്കരഞ്ഞിട്ട് പോലും ഇതിനകത്ത് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകാതെ വന്നതാണ് വാസ്തവത്തിൽ അരുണിന്റെ മരണത്തിലേക്ക് നയിച്ചാൽ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതിനകത്തിൽ BJPയോടൊപ്പം പോലീസ് യഥാർത്ഥ പ്രതികളാണ്. ഒരു സംശയം വേണ്ട. 48 മണിക്കൂറിൽ 1 മണിക്കൂർ 1 മിനിറ്റ് മുമ്പോട്ട് പോകാൻ നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവന്റെ അയാളുടെ അമ്മയുടെയും മൃതദേഹം കൂടെ കൊണ്ടുവച്ച് കൂടുതൽ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. KPC സെക്രട്ടറിക്കും ശ്രീ ശരത്ചന്ദ്ര പ്രസാദിനും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്റെയും അയാളുടെ മാതാവിന്റെയും മൃതദേഹവുമായി നമ്മൾ സംസ്കാര ചടങ്ങിലേക്ക് പോവുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനൊടുവിലാണ് മൃതദേഹം വീട്ടിലേക്ക് മാറ്റി സംസ്കരിച്ചത്. ആദരസൂചകമായി കടയ്ക്കാവൂർ വക്കം മേഖലയിൽ ഇന്നലെ കടകമ്പോളങ്ങൾ അടച്ചിട്ടിരുന്നു. വിസ്മയ ന്യൂസ്, കടയ്ക്കാവൂർ.